ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ കുറുവാ സംഘത്തിന്റെ മറവിൽ സാമൂഹിക വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. മണ്ണഞ്ചേരിയിലെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ യുവാവ് 33-കാരിയെ കടന്നുപിടിച്ചു. മണ്ണഞ്ചേരി സ്വദേശി സഫീദാണ് യുവതിയെ കടന്നുപിടിച്ചത്. പൊന്നാട് ഭാഗത്ത് ദമ്പതികളുടെ കിടപ്പുമുറിയിൽ ഒളിഞ്ഞു നോക്കിയ ആളെ നാട്ടുകാർ പിടികൂടി. അവന്റെ പുറകിരിക്കണം, എടുത്തോ ഒന്ന് കാണിച്ചാ മതി എന്തേ എടുക്കണ ഒന്ന് കാണിച്ചാ മതി എന്തെന്നാണെന്ന്. ശരത് എസ് എസ് ചേരുന്നു ആലപ്പുഴയിൽ നിന്ന് നമുക്കൊപ്പം. ശരത് എസ് എസ്, ഈ ദൃശ്യങ്ങളും വാർത്തയും കണ്ടപ്പോൾ ഒരു സിനിമ ഓർമ്മ വരികയാണ്, മിന്നൽ മുരളി. ഒറിജിനൽ എന്ന് യഥാർത്ഥ കുറുവ സംഘത്തിന് എഴുതി വെക്കേണ്ടി വരുമോ ഇങ്ങനെ കാര്യങ്ങൾ പോയാൽ? എന്താണ് അവിടെ സംഭവിച്ചത്? സുജയ, യഥാർത്ഥത്തിൽ ആലപ്പുഴയെ മണ്ണഞ്ചേരിയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഈ കുറുവാ സംഘത്തിന് പിന്നാലെ തന്നെ നിരവധി മോഷണങ്ങൾ, അതായത് ഈ മോഷ്ടാക്കളുടെ ഒരു പറുദീസയാകുന്നു ആലപ്പുഴ മണ്ണഞ്ചേരി എന്നുള്ളതാണ്. ഇതിന് പുറമെയാണ് ഇത്തരത്തിലുള്ള സാമൂഹിക വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം കൂടി. ഏറ്റവും ഒടുവിൽ ഇന്നിപ്പോൾ പോലും മോഷണം നടന്നിട്ടുണ്ട് ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ. അതായത് ഇന്നിപ്പോൾ അമ്പാനകുളങ്ങരയിൽ യൂസഫിന്റെ വീട്ടിലാണ് മോഷണം നടന്നിട്ടുള്ളത്. ഉച്ചയോടുകൂടിയായിരുന്നു, അതായത് പട്ടാപ്പകൽ അവിടെ മോഷണം നടന്നു എന്നുള്ളതാണ്. 50,000 രൂപയാണ് മോഷ്ടാവ് ഇത്തരത്തിൽ കവർച്ച ചെയ്തിട്ടുള്ളത്. പക്ഷേ വീട്ടിൽ സ്വർണ്ണാഭരണം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ഈ അളമാരി തുറന്ന സമയത്ത് പോലും സ്വർണ്ണാഭരണം ഉണ്ടായിരുന്നു. പക്ഷേ ഈ സ്വർണ്ണാഭരണം എടുക്കാതെ പണം മാത്രം എടുത്താണ് ഈ മോഷ്ടാവ് കവർന്നിട്ടുള്ളത്. ആ രീതിയിൽ മോഷ്ടാക്കളുടെ ഒരു പറുദീസയാകുന്നു. ഇതിനു പുറമെയാണ് ഇപ്പോൾ ഇത്തരം സാമൂഹിക വിരുദ്ധർ, അതായത് കുറുവാ സംഘത്തിന്റെ അത്തരം ഭീഷണി നിലനിൽക്കുന്നുണ്ടെന്ന് അത് മുതലെടുത്ത് സാമൂഹിക വിരുദ്ധരും ഈ പ്രദേശത്ത് അഴിഞ്ഞാടുന്നു എന്നുള്ളത്. ആ രീതിയിൽ മണ്ണഞ്ചേരിക്കാർക്ക് വലിയ തലവേദനയാണ്. ഇന്നലെ കഴിഞ്ഞ ദിവസം, അതായത് ഉറങ്ങിക്കിടന്ന യുവതി അയൽവാസി ഇത്തരത്തിൽ രാത്രി വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി കടന്നു പിടിക്കുന്ന സാഹചര്യം. ബഹളം വെച്ചതോടുകൂടി തന്നെ ഇയാൾ ഇറങ്ങി ഓടുന്നു. സംഭവത്തിൽ ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അയൽവാസിയായ സഫീദാണ് ഇത്തരത്തിൽ യുവതിയെ കടന്നു പിടിച്ചത്. ഇയാൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം ഈ നേരത്തെ CCTV മൊബൈൽ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടില്ലേ, ആ ദൃശ്യങ്ങൾ കാണുന്നത്, അതായത് ദമ്പതികളുടെ കിടപ്പുമുറിയിൽ ഒളിഞ്ഞു നോക്കിയ ആളെ ഇത്തരത്തിൽ നാട്ടുകാർ പിടികൂടുകയാണ് ഉണ്ടായത്. ഈ കുറുവാ സംഘത്തിന്റെ ഭീഷണി ഉള്ളത് കൊണ്ട് തന്നെ നാട്ടുകാർ ഉൾപ്പെടെ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. പല നേരങ്ങളിലും ഇത്തരം സംഘങ്ങളായി തിരിഞ്ഞ് നാട്ടുകാർ പരിശോധന നടത്തുന്നുണ്ട്. അത്തരം പരിശോധനയിലാണ് ഇത്തരത്തിൽ പൊന്നാട് ഭാഗത്ത് ദമ്പതികളുടെ കിടപ്പുമുറിയിൽ ഒളിഞ്ഞു നോക്കുന്ന ഒരാളെ കാണുന്നത്. ഇയാൾ നിന്ന് മാരകായുധം ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ പോലീസിന് ഇയാളെ കൈമാറി. നിലവിൽ ഇയാൾ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണെന്ന് സംശയം കൂടി. ആലപ്പുഴയിലാണ് ഈ അതിക്രമം നടന്നത്.